വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദര സഹോദര കുട്ടികളെ, സുവിശേഷത്തിൽ ഈശോ പറയുന്നത് ഇപ്രകാരമാണ്. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുന്നത് ശിശുക്കളെപ്പോലെ നിഷ്കളങ്കമായ മനസ്സുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബുദ്ധിമാന്മാരിലോ വിവേകിയിലോ അല്ലെങ്കിൽ അറിവുള്ളവർക്കോ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുക അത്ര എളുപ്പമല്ല. എന്നാൽ വിശ്വാസത്തിൽ വളർന്നു വരുന്നൊരു വ്യക്തിക്ക്, യേശുവുമായിട്ട് ഗാഢബന്ധം പുലർത്തുന്നൊരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുക എളുപ്പമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്തിനാണെന്നാൽ ദൈവത്തെ അന്വേഷിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഒരു മൊബൈലിൽ സിമ്മ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിമ്മിൻ്റെ ടവർ എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ആ സിമ്മ് പരിശ്രമിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവ് മുദ്ര പെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ ആ ശരീരം അല്ലെങ്കിൽ ആത്മാവ് ദൈവത്തെ അന്വേഷിക്കുവാനുള്ളൊരു ത്വര അവൻ്റെ ജീവിതത്തിലുണ്ടാവും. അങ്ങനെ ദൈവത്തിൻ്റെ മുദ്ര ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് അസിസ്റ്റൻസ് ഫ്രാൻസിസ്. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന മാതാപിതാക്കന്മാരുടെ മക്കൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല എന്നുള്ളൊരു കാര്യമാണ് ഈശോ ഇവിടെ ഓർമ്മ അന്വേഷിക്കുക. ആമോസിൻ്റെ പുസ്തകത്തിൽ 5:4 ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്നെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും, എന്നെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. ദൈവം നൽകുന്നൊരു കാര്യമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ഏതൊരു ദേശത്തുള്ള വ്യക്തിയായാലും, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായാലും, ഏത് വർഗത്തിൽപ്പെട്ട വ്യക്തിയായാലും വർഗവ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ ദൈവം രക്ഷിക്കുമെന്നുള്ളൊരു കാര്യമാണ് ആമോസിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 4-ഉം 6-ഉം തിരുലിഖിതത്തിൽ ദൈവമായ കർത്താവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കുക, നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിലും 51-ാം അധ്യായത്തിലും 3-ഉം 4-ഉം തിരുലിഖിതങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുന്ന വചനം കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോട് എന്ന പോലെ നിങ്ങളോടും ഞാൻ സ്ഥിരമായ സ്നേഹം കാണിക്കും. ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ദൈവത്തിനെ അന്വേഷിക്കുന്നവരുടെ വരും തലമുറകൾ പോലും, അവിടെ മക്കളുടെ മക്കൾ പോലും രക്ഷപ്പെടുമെന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും വ്യക്തമായിട്ട് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് വഴി നൽകപ്പെടുന്നവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. 6-ാമത്തെ തിരുലിഖിതത്തിൽ പ്രകാരം പറയാണ്, ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കും. ഹല്ലേലൂയ. ന്യായത്തെ കീഴ്മേൽ മറിക്കുക, നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെന്ത് ചെയ്യണം? കർത്താവ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ, ദൈവത്തെ മുട്ടപ്പായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങയുടെ കുടുംബങ്ങൾ ഒരിക്കലും തകരില്ല. അങ്ങയുടെ മക്കളുടെ മക്കളോ ആ ദേശത്ത് അറ്റുപോകില്ലെന്നുള്ള കാര്യമാണ് ഈശോ നമുക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്ന് വിവേകികളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 4-ഉം 5-ഉം തിരുലിഖിതത്തിൽ ദൈവമായ കർത്താവ് ഒരു ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും
ഈജിപ്തുകാരോട് ഞാൻ ചെയ്തത് എന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ, എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. അല്ല, ഇത് രഹസ്യമല്ലേ? അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളെക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിട്ട് മാറും. നമുക്ക് ആരെന്ത് കെണി വെച്ചാലും, നമുക്ക് ആരെന്ത് തന്ത്രങ്ങൾ മെഴിഞ്ഞാലും നമ്മളെ ബാധിക്കാത്ത. അതുകൊണ്ടാണ് പറഞ്ഞത്, യാക്കോബിനെ ആഭിചാരയിലിരിക്കില്ല, ഇസ്രായേലിനെ ക്ഷുദ്രബുദ്ധി വലിക്കില്ല, ദൈവം പ്രവൃത്തി കാണുമെന്ന്. ഉടമ്പടിയിൽ നമ്മൾ വാക്കുവ്യത്യാസം നടത്താതെ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധത്തിലൂടെ നമ്മൾ ശ്രേഷ്ഠ ജനതയായിട്ട് മാറുന്ന പുറപ്പാടിൻ്റെ പുസ്തകം 4-7 തിരുവചനം അത് പ്രകാരം പറയാണ്. എന്തെന്നാൽ നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ്, കാരണം ഭൂമി മുഴുവനും എൻ്റേതാണ്. അതാണ് പറഞ്ഞത്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദാതനായ പിതാവേ എന്ന് മത്തായി ശ്ലീഹ പറയാനുള്ള കാരണം ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ കൈകളിലാണ്. അസിസ്റ്റന്റ് ഫ്രാൻസിസ് എങ്ങനെ മാനസാന്തരപ്പെട്ടു എന്ന് വെച്ചാൽ, മാനസാന്തരപ്പെട്ട എങ്ങനെയാണ്? നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വിശുദ്ധി ഉണ്ടെങ്കിൽ ആ മാതാപിതാക്കന്മാരുടെ വിശുദ്ധി മക്കളിൽ നിലനിൽക്കും. ഹല്ലേലൂയ. ഒരു പിതാവോ മാതാവോ വിശ്വാസമുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങളും രക്ഷപ്പെടുക സ്വാഭാവികമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അസിസ്റ്റന്റ് ഫ്രാൻസിസ്. പീറ്റർ ബെർണാഡ് എന്ന് പറയുന്നത് ലൗകിക സുഖങ്ങളോടുള്ള ആകർഷണമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, പണം വെട്ടിപ്പിടിക്കുക, രാജ്യങ്ങൾ പെട്ടിപ്പിടിക്കുക എന്നുള്ള ആർത്തിയുള്ള മനുഷ്യനാണെങ്കിൽ, പീറ്ററിൻ്റെ ഭാര്യ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു. യുവതിവാക്കളോടൊത്ത് ആടിപ്പാടി മദ്യപിച്ച് ഉല്ലസിച്ചടക്കുമ്പോൾ അമ്മ പറയുമായിരുന്നു, അവൻ മാനസാന്തരപ്പെടും, അവനൊരു വിശുദ്ധനായിട്ട് തീരും. നമ്മുടെ വീട്ടിൽ കുട്ടികൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അപ്പനും അമ്മയും പറയുന്ന വാക്കുകൾ നമുക്കറിയാം. അവരെ ശപിക്കുക, അവരെ തള്ളിക്കളയുക, അവരെ ഉപേക്ഷിക്കുക, അവരെ നിരുത്സാഹപ്പെടുത്തുക, അങ്ങനെയല്ലേ? അല്ലേ? നമ്മുടെ വാക്കുകൾ അല്ലേറിയാം. ശാപവാക്കുകൾ കൊണ്ട് മക്കളെ മുടിപ്പിക്കരുത്. അതുകൊണ്ട് അമ്മയുടെ ഏറ്റവും അമ്മ പറയുന്നത്, അവനിൽ മാറ്റമുണ്ടാകും, അവനിൽ വ്യത്യാസമുണ്ടാകും. അതിൻ്റെ വലിയ മാറ്റമാണ് അസിസ്റ്റന്റ് ഫ്രാൻസിസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അസിസിയും പെർജിയും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ പോയി, ആ യുദ്ധത്തിന് അതിൽ മാടമ്പി സ്ഥാനം, നമ്മുടെ നാട്ടിലെ മാടമ്പി സ്ഥാനമല്ല, നമ്മുടെ നാട്ടിൽ മാടമ്പി എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അർത്ഥമാണ്. അങ്ങനെയുള്ള അത് രാജ്യത്തിന് വേണ്ടി മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ കിട്ടുന്നൊരു സ്ഥാനമാണ്. അസിസിയും പെറിജിയും തമ്മിലുള്ള യുദ്ധത്തിൽ തൻ്റെ ധീരമായ മാടമ്പി സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സെലസ്റ്റ് ഫ്രാൻസിസ്. പക്ഷേ ദൈവം ഇടപെട്ടു അവൻ്റെ ജീവിതത്തിൽ. അതിൻ്റെ കാരണം ഇതാണ്, അമ്മ എപ്പോഴും പറയുന്ന, അമ്മ ഹൃദയപൂർവ്വം അവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ ദൈവവുമായിട്ട് വലിയ ഗാഢബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രശസ്തിക്കും അധികാരത്തിനും സമ്പത്തിനും വേണ്ടി അലഞ്ഞിരുന്ന അസിസ്റ്റന്റ് ഫ്രാൻസിസ് അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവൻ നന്നായി മാറും എന്നുള്ളൊരു വാക്കുകൾ എപ്പോഴും പറഞ്ഞതുകൊണ്ട് ആ യുദ്ധത്തിൽ അസിസ്റ്റന്റ് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. നിമിഷ നേരങ്ങൾ കൊണ്ട് ദൈവം ഇടപെട്ട് അവനോട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ, യജമാനെ സേവിക്കുന്നതോ ഭർത്തനെ സേവിക്കുന്നതോ നല്ലത്? അവൻ പറഞ്ഞു, യജമാനസിനെ. അവിടെ നിന്നുള്ള ജീവിതമാണ് ഒരു മാറ്റത്തിൻ്റെതായ ജീവിതം. മാത്രമല്ല, രണ്ടാമത്തെ ക്രിസ്തുവെന്ന് അപരനാമം സ്വീകരിച്ചൊരു വ്യക്തിയാണ് അസിസ്റ്റന്റ് ഫ്രാൻസിസ്. 2000 എനിക്ക് തോന്നുന്നു അസിസ്റ്റന്റ് ഫ്രാൻസിസ് എന്ന ഒരു പുസ്തകം കസാൻ സാക്കീസ് എഴുതിയിട്ടുണ്ട്. കസാൻ സാക്കീസിനെ നിങ്ങളെക്കുറിച്ച് അറിയാമോ എന്ന് വെച്ചാൽ, നമ്മൾ ഗെയിം 6 മുറിവ് എന്ന് പറഞ്ഞ 5 മുറിവ് ഒരു പുസ്തകം ഇറക്കിയിട്ട് ക്രിസ്തുവിനെ വളരെ മോശമായിട്ട് അവഹേളിച്ച് എഴുതിയ ആ പുസ്തകം എഴുതിയ അതേ വ്യക്തിയാണ് കസാൻ സാക്കീസ്.
അസിസ്റ്റന്റ് ഫ്രാൻസിസിനെ കുറിച്ച് മനോഹരമായ ഒരു പുസ്തകം ഇറങ്ങി. ഏറ്റവും കൂടുതൽ ആ വർഷം സെയിൽ ചെയ്ത വിറ്റഴിക്കപ്പെട്ട പുസ്തകവും അതാണ്. അതിൽ മനോഹരമായിട്ടാണ് അസിസ്റ്റന്റ് ഫ്രാൻസിസിനെയും സിസ്റ്റർ ക്ലാരിയെയും ചിത്രീകരിക്കുന്നത്. ആരെങ്കിലും വായിച്ചവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും വായിച്ചവരുണ്ടോ? ആരുമില്ല. കിട്ടിയാൽ നിങ്ങൾ വായിക്കുന്ന അസിസ്റ്റലെ വിശുദ്ധ ഫ്രാൻസിസിനും ക്ലാരിയും അവർ യുവാക്കളായിരുന്നു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ടായിരുന്നു. അവരെവിടേക്കും വന്നാലും ആ സ്നേഹം അവർ പരസ്പരം അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ അസിസ്റ്റലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കുട്ടികളിൽ നിന്ന് പ്രേമബന്ധവും മിശ്രഭാവവും ലവ് ജിഹാദും റോമിയ ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കന്മാർ കരയുമ്പോൾ, മാതാപിതാക്കൾ വേദനിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം, ഒരു തിരിഞ്ഞു നോട്ടമാണ് ചെയ്യുന്നത്. കുട്ടികളുടെ ജീവിതത്തിലേക്കല്ല നോക്കേണ്ടത്. കുട്ടികൾ പ്രശ്നക്കാരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ രണ്ട് ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് ഈ ഹസാൻ സാക്കേസ് അസിസ്റ്റന്റ് ഫ്രാൻസിസ് എന്ന പുസ്തകത്തിൽ മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ജീവിതത്തെ മാറ്റിമറിച്ചത്, ആ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയത്, സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റിയത് ആരാണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് ഈ ഹസാൻ സാക്കേസ് ആ പുസ്തകത്തിൽ വിവരിച്ച് വെച്ചിരിക്കാം. ഹല്ലേലൂയ. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അസിസ്റ്റന്റ് ഫ്രാൻസിസ്. നമ്മൾ വിചാരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ പിശാചിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളിലും പിശാചിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നാൽ വിശുദ്ധന്മാരുടെ ജീവിതത്തിലുണ്ടായ അത്രമാത്രം വലിയ ഒരു പീഡനങ്ങളോ ഒരു ശല്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഹല്ലേലൂയ. ലിയോ എന്ന കർദിനാൾ, ഒരു കർദിനാൾ അസിസ്റ്റന്റ് ഫ്രാൻസിസിനെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാ പുസ്തകങ്ങളിലും അതില്ല. ഒരു പ്രത്യേക അവസരത്തിൽ എനിക്ക് കിട്ടിയൊരു പുസ്തകത്തിൽ കണ്ടതാണ്. ആ പുസ്തകത്തിൽ പ്രകാരം പറയാണ്, അസിസ്റ്റന്റ് ഫ്രാൻസിസ് കുടിൽ കെട്ടി ആ കുടിലാണ് അവിടെ സന്യാസികൾ ജീവിച്ചിരുന്നത്. പക്ഷേ ഈ സുവിശേഷം പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ടുപോയ കർദിനാൾ മനോഹരമായ ഒരു കൊട്ടാരത്തിലാണ് ഇവരെ താമസിക്കാനായിട്ട് മുറികൾ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അവർ താമസിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖപ്പെടുത്തിയ പ്രകാരമാണ്, രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആ മുറിയിൽ വലിയ പിശാചിൻ്റെ ശല്യങ്ങൾ കടന്നു വരിക. പിശാചുകളുടെ ശല്യം കടന്നു വന്നപ്പോൾ ഈ അസിസ്റ്റന്റ് ഫ്രാൻസിസിനെ ഈ പിശാച് പീഡിപ്പിക്കുകയാണ്, ആക്രമിക്കുകയാണ്. ആക്രമിക്കുന്ന സമയത്തുണ്ടാകുന്ന സംഭവം ഇതാണ്. ആ ഉടുമുണ്ട് പോലും നഷ്ടപ്പെട്ട് അസിസ്റ്റന്റ് ഫ്രാൻസിസ് ഓടി സഹോദരന്മാരോട് പറയുകയാണ്, ഇതാ പിശാച് നമ്മളെ പീഡിപ്പിക്കാൻ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊട്ടാരത്തിലാണ് വസിക്കുന്നത്. കൊട്ടാരത്തിലാണ് വസിക്കുന്നത്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ശിഷ്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ സന്യാസികൾ കുടിലുകളിൽ കിടക്കുമ്പോൾ നമ്മളിവിടെ സുഖമായ ഭക്ഷണം കഴിച്ച് ആഡംബരമായ ഒരു സ്ഥലത്ത് ജീവിക്കുന്നത് പിശാച് കണ്ടപ്പോൾ പിശാച് നമ്മളെ പീഡിപ്പിക്കാൻ കടന്നു വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവുകയാണ്. ആ പ്രഭുവിനോട് അല്ലെങ്കിൽ കർത്തനോട് അത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. 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 അതുകൊണ്ട് പിശാചിൻ്റെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാതെ ഗൗരവമായിട്ടെടുത്താൽ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിന്ന് വലിയ ഭവനങ്ങൾ പണിത് ആഘോഷമായിട്ട് ജീവിക്കുമ്പോൾ സഭ തളർന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ഈ അസിസ്റ്റന്റ് ഫ്രാൻസിസ് പറയുന്നുണ്ട്. വീണ്ടും അസിസ്റ്റന്റ് ഫ്രാൻസിസിന് പൈശാചികമായ പീഡനം ഉണ്ടാകുന്നുണ്ട്. ഫോർസങ്ങളിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നൊരു കാര്യം ഇതാണ്, ജഡത്തിൻ്റെ മേൽ പിശാച് കടന്നു വരുമ്പോൾ അസിസിൽ പോയാൽ നമുക്ക് കാണാൻ, ഫോർസങ്ങളിൽ പോയാൽ കാണാൻ പറ്റും. അവിടെ ഒരു ഗാർഡനുണ്ട്. ആ ഗാർഡനിൽ റോസാ ചെടികൾ കൊണ്ട് നിറഞ്ഞ വലിയൊരു ഗാർഡനാണ്. ആ ഗാർഡനിൽ പോയി കഴിഞ്ഞ് അതിൻ്റെ റോസാ ചെടികളിൽ കിടന്ന് ഉരുളി കഴിയുമ്പോൾ അല്ലെങ്കിൽ നിലത്ത് അങ്ങനെ മുള്ളുകൾക്കിടയിൽ ശരീരം ചലിപ്പിച്ച് കഴിയുമ്പോൾ ആ മുള്ളുകളെല്ലാം ഈ അസിസ്റ്റന്റ് ഫ്രാൻസിസിൻ്റെ ശരീരത്തിൽ കയറുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ പോയി കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. അവിടെ 2 പ്രാവുകൾ എപ്പോഴും അസിസ്റ്റന്റ് ഫ്രാൻസിസിൻ്റെ തോളിൽ വന്ന് ഒരു പ്രാവ് എപ്പോഴും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ജഡിക സുഖങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ
ആ ജഡിക സുഖങ്ങളെ താലോലിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ആ റോസാ ചെടിയിൽ ചെന്ന് ഉരുളുക അല്ലെങ്കിൽ അതിനെ ആശ്ലേഷിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. വിവാഹം കഴിഞ്ഞ് അല്ലെങ്കിൽ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ബ്ലൂ ഫിലിം കണ്ട് ആസക്തി ശരീരത്തിൽ കടത്തി വയ്ക്കപ്പെടുമ്പോൾ അത് നമ്മൾ മനസ്സിലാകും, അത് പിശാചിൻ്റെ ഒരു പരീക്ഷണമാണ്. അല്ലേരിക്കാം. കൊച്ചു ചെറുപ്പത്തിലെ ആരെങ്കിലും ബ്ലൂ ഫിലിം കാണിച്ചു തരികയോ ചെയ്ത് അത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നിങ്ങളുടെ മക്കളെയും ബാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ ഒന്നിച്ച് ഈ ബ്ലൂ ഫിലിം കണ്ട് ജഡിക താല്പര്യങ്ങൾ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതും പൈശാചികമായ പീഡനങ്ങളാണ്, അല്ലെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. കാരണം നമ്മുടെ ജീവിതം എന്ന സുഖത്തിന് വേണ്ടിയുള്ളതല്ല, നമ്മുടെ ജീവിതം സ്വർഗരാജ്യത്തിന് വേണ്ടി. അല്ലേലിയാം. തിമോത്തിയോസിനോടുള്ള ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുലേഖനത്തിൽ പറയാം, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അപേക്ഷകളും പ്രാർത്ഥനകളും ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നു. എന്നാൽ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മരിച്ചു. സ്വർഗരാജ്യത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, വിശുദ്ധ ജീവിതത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സെന്ന് പറയുന്നത്. അത് പിശാചിൻ്റെ പണിപ്പുരയാണ്, പരിശുദ്ധാത്മാവിനെതിരെ. അല്ലേലിയാം. വചനം കറക്റ്റല്ലേ? ആണോ? അല്ലേലിയാം. നിങ്ങളെന്താ മിണ്ടാതെ? മക്കൾ വിശുദ്ധരായിട്ട് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ, നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കാൻ വേണ്ടിയിരിക്കുന്ന ആഗ്രഹമുള്ള മാതാപിതാക്കന്മാർ ആ വിശുദ്ധിയുടെ ജീവിതത്തിന് ചില കാര്യങ്ങൾ ത്യജിക്കണം, ചില കാര്യങ്ങൾ ഉപേക്ഷിക്കണം. അത് ചെയ്താൽ മാത്രമേ വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ലോകം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നത്, സുഖ സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച് അതിനുപേക്ഷിക്കാതെ ഒരിക്കലും നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. അല്ലേലിയാം. കുട്ടികളെക്കുറിച്ച് വലിയ പേടിയും ഉത്കണ്ഠയുമാണ്. നമ്മൾ ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയാണ്, ഈ കാലഘട്ടം പെശകാണ്. ആ കാലഘട്ടത്തെക്കുറിച്ച് പറയാണ്, ഈ കാലത്ത് വിവേകി മൗനം പാലിക്കുന്നു, കാലം ദുഷിച്ചതാണ്. കാലം ദുഷിച്ചതാണ്. ആണോ? കാലം ദുഷിച്ചതാണോ? ആണോ? മറ്റുള്ള കാലങ്ങളെക്കാളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടം. അല്ലേലിയാം. നമ്മുടെ പിള്ളേരെ ഏത് വഴിക്കാൻ പോകണമെങ്കിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും എത്തും കിട്ടാത്ത രീതി. അതുകൊണ്ട് കാരണം ഈ കാലത്ത് വിവേകി മൗനം പാലിക്കുന്നു. കാലം ദുഷിച്ചതാണ്. തിന്മയല്ല നന്മ അന്വേഷിക്കുവാൻ നിങ്ങൾ ജീവിക്കും. തിന്മയല്ല നന്മ അന്വേഷിക്കും. നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്നത് തിന്മയായിട്ടുള്ള കാര്യങ്ങളാണ്, ജീവിതത്തിന് സുഖം നൽകുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിന് സുഖം, വൈകിട്ട് മദ്യപാനം അടിച്ചിട്ട് രാവിലെ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും അല്ലെങ്കിൽ രാവിലെയും നിരന്തരമായിട്ട് പുകവലിച്ചിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുമോ? ഇല്ല. ഇത്രമാത്രം ഈ പ്രീകാന കോഴ്സ് എന്തിനാണ് സഭ നൽകിയെന്ന് വെച്ചാൽ എന്തിനായിരിക്കും? പ്രീകാന കോഴ്സ് കത്തോലിക്ക തിരുസഭ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റ് മതസ്ഥർ നമ്മുടെ ഈ പ്രീകാന കോഴ്സിൽ വന്ന് കണ്ട് അത് പഠിച്ച് അവരുടെ മക്കളെ അത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ഇവിടെ വിദേശത്തും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പ്രീകാന കോഴ്സ് പോലും അവർക്കൊരു മാർഗതടസ്സമായി. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി കതിരി. കാരണം ഈ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്കൊന്നും മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. അത് മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ, ഞാൻ ഇവിടെ മക്കൾ ചില വ്യക്തികളെ കണ്ടു കഴിയുമ്പോൾ ഞാൻ പറയാറുണ്ട്, മാതാപിതാക്കന്മാരെ കൊണ്ടുവരും. ഇപ്പം മാതാപിതാക്കന്മാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രശ്നമല്ല, പിള്ളേരുടെ പ്രശ്നം. പിള്ളേരുടെ പ്രശ്നം. ഒരു വാഹനം നമ്മൾ മേടിച്ചു, ആ വാഹനം കേടായാൽ എന്ത് പറയും? ആ വാഹനത്തിൻ്റെ കുഴപ്പമാണെന്നാണ് പറഞ്ഞത്. അത് എഞ്ചിൻ കേടായ കമ്പനിക്കാരുടെ കുഴപ്പം അല്ലേ? ആണോ? അതുകൊണ്ട് തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, വൃക്ഷത്തിൽ നിന്നും ഫലത്തെ തിരിച്ചറിയാം, ഫലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയും.
കത്തോലിക്ക തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന ഏക സത്യദൈവ വിശ്വാസമാണ്. ഏക സത്യദൈവ വിശ്വാസമാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടം കഴിയുന്ന സമയത്ത് ഒരു ചേച്ചി ഇവിടെ ഒരു ഭർത്താവിനെയും കൂടി കൊണ്ടുവന്നു. ഭർത്താവിനെ ഈ മേലാറ്റൂർ ഭാഗത്തു നിന്നാണ്. ആ മനുഷ്യന് ഹൃദയ സംബന്ധമായ രോഗമാണ്. ലോക്ക്ഡൗൺ ചില നന്മകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ ഷാപ്പുകൾ തുറക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഈ ചേട്ടനാണെങ്കിൽ എല്ലാ ദിവസവും നന്നായിട്ട് മദ്യപിക്കുന്ന ചേട്ടനാണ്. ഈ ചേച്ചിയാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണ്. ചേട്ടൻ ഒരിക്കലെങ്കിലും കുടിക്കാതെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച ചേച്ചിക്ക് ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ചേട്ടൻ കുടിക്കാതിരിക്കുന്നത് കാണാൻ സാധിച്ചു. അപ്പോൾ ലോക്ക്ഡൗൺ നല്ലതാണോ? അങ്ങനെ വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാതെ വന്ന് ഈ കോവിഡ് പ്രശ്നം വന്ന് കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ ഇരുന്നതുകൊണ്ട് ഈ ചേച്ചിയുടെ പ്രാർത്ഥന ചേട്ടൻ ഏറ്റു നന്നായിട്ട്. അങ്ങനെ ചേട്ടൻ മദ്യപാനത്തിൽ നിന്ന് നിർത്തി മദ്യപാനം. അങ്ങനെ ചേച്ചി ഒരു ദിവസം ഇവിടെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ രോഗമുണ്ട്. ഹൃദയ സംബന്ധമായ ഒരു വലിയൊരു രോഗമാണ്. ഓപ്പറേഷൻ ചെയ്യാനോ ഹോസ്പിറ്റലിൽ പോകാനോ അതിന് ടെസ്റ്റുകൾ നടത്താനോ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു കുടുംബമാണ്. ആദ്യത്തെ ദിവസം തന്നെ ചേട്ടൻ വർഷങ്ങളായിട്ട് കുമ്പസാരിച്ചിട്ട് പള്ളി പോയിട്ട് വർഷങ്ങളായി. കാരണം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് മദ്യപാനം നിർത്തിയോളൂ, പള്ളി പോകാൻ അവസരം കിട്ടിയിട്ടില്ല. കുമ്പസാരിക്കാനായിട്ട് കുമ്പസാരം അന്ന് നിയന്ത്രണങ്ങളുള്ള ഒരു സമയം കൂടിയാണ്. ആ മനുഷ്യ ഇവിടെ വരികയാണ്. നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ച് സന്ദേശം നൽകുകയാണ്. ഹൃദയ സംബന്ധമായ രോഗം, മാരക രോഗത്താൽ വലയുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറയാല്ല. ആ ചേട്ടൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സന്തോഷത്തോടു കൂടി വന്നു, അച്ഛാ എനിക്കായിരുന്നു മാരക രോഗം, ഞാൻ സുഖം പ്രാപിച്ചു എന്ന്. അപ്പോൾ ചേട്ടനായിട്ട് സംസാരിക്കുമ്പോൾ ചേട്ടൻ വർഷങ്ങളായിട്ട് കുമ്പസാരിച്ചിട്ടുണ്ട്, വർഷങ്ങളായിട്ട് പള്ളിയിൽ പോയിട്ടില്ല, വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് പോകുന്നൊരു സ്ഥലമുണ്ട്. അതേതാണെന്ന് വെച്ചാൽ ഷാപ്പാണ്. ഒറ്റ ദിവസവും മുടങ്ങില്ല, കൃത്യമായിട്ട് അവിടെ എത്തും, മണിക്കൂറുകൾ അവിടെ ഇരിക്കും. അല്ലേ? എത്രയോ കൃത്യനിഷ്ഠയുള്ള ചേട്ടനാണ് അല്ലേ? പള്ളിയിൽ കണ്ട കാലം ആ ചേട്ടന് ഓർമ്മയില്ല. ചേച്ചി പ്രകാരം പറഞ്ഞത്, എന്നെ കല്യാണം കഴിക്കുന്ന സമയത്താണ് ഈ ചേട്ടൻ കുർബാന സ്വീകരിക്കുന്നത് ഞാൻ കണ്ടത്, പിന്നീട് സ്വീകരിച്ചിട്ടില്ല. അല്ലേ? മക്കളുടെ കല്യാണം കഴിഞ്ഞ് മക്കളുടെ മക്കളുമായി എന്നിട്ടും ചേട്ടൻ പള്ളിയിൽ പോവുകയോ കുർബാന സ്വീകരിക്കുകയില്ല. അങ്ങനെ ഒരു ബോധ്യം ആ മനുഷ്യനില്ല, അങ്ങനെ ഒരു ഉൾക്കാഴ്ച മനുഷ്യനില്ല. സ്ത്രീ പറയാ, ഒരു ദിവസമെങ്കിലും ഒന്ന് കുമ്പസാരിച്ച് ഒരു കുർബാനയിൽ നന്നായിട്ട് പങ്കെടുക്കുന്നത് കണ്ടുകൊണ്ട് മരിക്കാനുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചത്. അല്ലേ? ദൈവം ഇടപെട്ടോ. നമ്മളാണെങ്കിൽ പറയും, എന്താ പുകഞ്ഞ കൊള്ളി പുറത്ത്, ഇനി എന്തിനാ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുക. ആ ചേച്ചിക്ക് വലിയ സന്തോഷമായി. ആ മനുഷ്യൻ ഇവിടെ തന്നെ കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു, സന്തോഷത്തോടെ പോയി. വീണ്ടും ആ മനുഷ്യൻ വന്നു. അന്ന് ആ മനുഷ്യന് മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ. അല്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ മക്കളോ മക്കളുടെ മക്കളിലോ വിശ്വാസമില്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു ഗാഢബന്ധം പുലർത്തുക. അവരെ ശപിക്കുകയല്ല, അവരെ തള്ളിക്കളയല്ല, അവരെ ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് എന്ത് ചെയ്യണം? ദൈവത്തിന് മാറ്റാൻ ഒരു സെക്കൻഡ് മതിയില്ലേ? ഒരു വാക്ക് കർത്താവങ്ങ് പറഞ്ഞാൽ മതി, കർത്താവൊന്ന് നോക്കിയാൽ മതി, കർത്താവൊന്ന് ഒരു പരിശുദ്ധാത്മാവിനെ അയച്ചാൽ മതി, ദൂതഗണത്തെ അയച്ചാൽ മതി. അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അല്ലേ? മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന വഴിയായിട്ട് വിശുദ്ധരായ മക്കളുണ്ടോ? ആരാണ്? അഗസ്തീനോസ്. മോനിക്ക പുണ്യമതിയുടെ പ്രാർത്ഥന വഴിയായിട്ട് മാനസാന്തരം വന്ന ഒരു വ്യക്തിയാണ് അഗസ്തീനോസ്. അല്ലേ? മാതാവിൻ്റെ വിശുദ്ധിയല്ലേ അവനെ മാനസാന്തരപ്പെടുത്തിയത്? ആണോ? മാതാപിതാക്കന്മാരുടെ വിശുദ്ധി മക്കളിലേക്ക് മാത്രമല്ല, അത് വരും തലമുറകളിലേക്ക് വരും. ഇങ്ങനെ പറയുന്ന വചനമാണ്, 1000 തലമുറകളിലേക്ക് കടന്നു വരും. അല്ലേ? മർത്ത പുണ്യമതി പ്രാർത്ഥിക്കുന്നില്ലേ? എന്താ? മക്കള് ആക്രമണശീലരായി മാറാൻ അപ്പനെ കൊല്ലാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആ സ്ത്രീയുടെ പ്രാർത്ഥന വഴിയായിട്ട് എന്ത് ചെയ്തു? മാനസാന്തരം. മക്കൾ മരിച്ചുപോയി, പക്ഷേ ആ സ്ത്രീ വിശുദ്ധിയായിട്ട് മാറി സന്യാസത്തിലേക്ക് പ്രവേശിച്ചു. കൊച്ചറേസ്യ പുണ്യമതി വിശുദ്ധിയായിട്ടുണ്ടെങ്കിൽ കൊച്ചറേസ്യ പുണ്യമതി വിശുദ്ധിയായി കഴിഞ്ഞതിന് ശേഷം അവരുടെ കുടുംബാംഗങ്ങൾ വിശുദ്ധരായ ശേഷം സഭ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ
മാതാപിതാക്കന്മാരെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ ആ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധനാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കന്മാരാ അല്ലേ? ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കന്മാരല്ലേ? ആണോ? നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുക, വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അസിലേസ് ഫ്രാൻസിസ് ആഗ്രഹിച്ചിരുന്നത് 3 കാര്യങ്ങളാണ്. 1 പ്രശസ്തി, 2 സമ്പത്ത്, 3 അധികാരം. ഹല്ലേലൂയ. പ്രശസ്തി, സമ്പത്ത്, അധികാരം. ഈ 3ഉം അവൻ ഉപേക്ഷിക്കാനുള്ള കാരണം യജമാനെ അവൻ കണ്ടറിഞ്ഞു. ഈ ലോകത്തിൻ്റെ ഉടയവനെ, സർവശക്തനായ ദൈവത്തെ അവൻ തിരിച്ചറിഞ്ഞു. നമ്മുടെ ഈ പുതിയ തലമുറ തിരിച്ചറിയാത്ത ഒരു വ്യക്തിയാണ് ആരെന്ന് വെച്ചാൽ ഈശോ. അവനെ അന്വേഷിക്കണമെന്ന്, അവനെ തേടണമെന്ന്, കുമ്പസാരിക്കണമെന്ന് ഒരു വിചിന്തയില്ല. കുട്ടികളുടെ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഒരു വ്യക്തി ഇവിടെ വന്നു, എത്ര വർഷമായി കുർബാന കണ്ടിട്ടെന്ന് ചോദിച്ചു. 10 വർഷമായി. ഞായറാഴ്ച ജോലി ചെയ്യോ? ഞായറാഴ്ചയും ജോലി ചെയ്യും. കുമ്പസാരിച്ചിട്ട് എത്ര 10 വർഷമായി. ഇവിടെ കുമ്പസാരം നിരന്തരം വിളിച്ച് പറയുന്നുണ്ടായി, കുമ്പസാരിക്കണമെന്ന് ഒരു താല്പര്യമില്ല. ഹല്ലേലൂയ. ഒരു ചേച്ചി ഭർത്താവിൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി കൊണ്ടുവന്നു, തൃശ്ശൂർ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നു. ചേച്ചി കുമ്പസാരിച്ചിട്ട് 4-5 വർഷമായി. ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടമല്ലേ, കുമ്പസാരിക്കാൻ പറ്റുന്നില്ല. കുമ്പസാരിക്കാൻ അവസരം കിട്ടിയിട്ടും താല്പര്യമില്ല. ഹല്ലേലൂയ. നമ്മുടെ കുട്ടികളെല്ലാം മാസത്തിൽ 2 പ്രാവശ്യം കേൾക്കും. ഞാനൊരു ദിവസം ഇവിടെ ഉണ്ടായ സംഭവം ഓർക്കുക. ഒരു അമ്മച്ചി മകൻ്റെ മുഖത്ത് വ്യത്യാസം വന്നപ്പോൾ അമ്മച്ചി ഒരു ശനിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി നേരത്ത് ആ മകനെ കുമ്പസാരിപ്പിക്കാൻ നിർമ്മതവരെ കൊണ്ടുവന്നിരിക്കുക. അല്ലേ? കുമ്പസാരിക്കുമെന്ന് ആ നിത്യാരാധനയിൽ ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോഴേക്ക് അച്ഛന്മാർ തിരിച്ച് പള്ളിയിലേക്ക് പോകും. അവിടെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അമ്മച്ചി ആ മകനെയും പിടിച്ചുകൊണ്ട് കരണക്കൊന്ത എല്ലുകൊണ്ടിരിക്കുക. 7 കരണക്കൊന്ത ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കയറി വരാണ്. അപ്പോൾ അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇവനെ കുമ്പസാരിപ്പിക്കാമോ? അമ്മച്ചിയോട് ചോദിച്ചു, എന്താ എത്ര ആഗ്രഹം? അമ്മച്ചി പറഞ്ഞു, ഇവൻ കുമ്പസാരിച്ചിട്ട് മാസങ്ങളായി, 3-4 മാസമായി. ഇവൻ്റെ മുഖമാകെ മാറിക്കൊണ്ടിരിക്കുക. വളരെ പ്രസന്നത, വളരെ ഒരു സന്തോഷം ഉള്ള ഒരു മുഖം. അവൻ്റെ മുഖം കറുത്തു പോകുന്നു വെച്ചാൽ, അവൻ്റെ മുഖത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്ന വെച്ചാൽ. ഹല്ലേലൂയ. അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. അവൻ്റെ പള്ളിപ്പോക്ക്, കുടുംബത്തിലെ ജപമാല അർപ്പണം, അല്ലെങ്കിൽ ഉപവാസം എടുത്ത പ്രാർത്ഥന, അതിനെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു. ചേട്ടൻ എന്ത് കഴിഞ്ഞു? ചേട്ടൻ ഒരു ജോലി ചെയ്യുകയാണ്, ഉയർന്നൊരു ഉദ്യോഗസ്ഥനാണ്. അവർ ഉയർന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും മക്കളെ വിശ്വാസത്തിൽ വിശുദ്ധിയിൽ പഠിപ്പിക്കുന്നു. ഞാൻ മകനെ കയറ്റിയെടുത്ത് അതിനുവേണ്ടി കുമ്പസാരിപ്പിങ്ങളും ആ സ്ത്രീ ഈ ആലയത്തിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം ആ അമ്മച്ചിക്ക് ആ മകൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ആ മകൻ്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ തിരിച്ചറിയാനും അവൻ പാപത്തിലേക്ക് നീങ്ങുന്നു എന്നും ആ അമ്മയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചത് ആ അമ്മയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൗൺസിലേഴ്സിനെ എല്ലാം അന്വേഷിച്ചുകൊണ്ട്, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അച്ഛന്മാരെ എല്ലാം അന്വേഷിച്ചുകൊണ്ട്, ഒരു മകൻ്റെ മുഖത്തോ ഒരു മകളുടെ മുഖത്തോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദർശനവരം, വ്യാഖ്യാനവരും, രോഗശാന്തി വരങ്ങളും നമുക്ക് നൽകിയിട്ടുള്ളത്. ഹല്ലേലൂയ. ഒരു മകനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അപ്പോൾ അമ്മേനെ അപ്പുറത്തിരുത്തി, അപ്പനെ ഇപ്പുറത്തിരുത്തി, മകനെ നടുക്കിരുത്തി. ചില കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്, അന്ന് ബൈബിൾ ഉണ്ടായില്ല അച്ഛാ, അന്ന് തെറ്റൊന്നും തിരിച്ചറിയാൻ ബൈബിൾ ഉണ്ടായില്ല. ഹല്ലേലൂയ. കുറച്ച് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, മകനെ പുറത്ത് നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കുക അച്ഛാ. കാരണം എന്താ, മകൻ്റെ ജീവിതത്തിലാണ്. ആ മകൻ അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് പെട്ടില്ല. പക്ഷേ അമ്മച്ചി അപ്പച്ചനും ചില ബിസിനസ്സുകൾ, ചില കാര്യങ്ങൾ ചെയ്തു വന്നപ്പോൾ അത് ജീവിതത്തിൽ ബൈബിൾ വെച്ച് നോക്കുമ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാൻ പറഞ്ഞു അന്ന് പ്രീക്കാനേ ഉണ്ടായില്ല, അന്ന് ബൈബിൾ ഉണ്ടായില്ല, അന്ന് ഒരു കാര്യങ്ങളും ഉണ്ടായില്ല. ഇന്നല്ല പ്രീക്കാനം തുടങ്ങി. ഇന്ന് പ്രീക്കാനം പിള്ളേരും മാറ്റിമറിക്കാൻ വേണ്ടി പരിശ്രമിച്ച. ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ പ്രീക്കാനയിൽ ഫോട്ടോ ഒട്ടിച്ചതെന്ന് അറിയാമോ? അറിയില്ല അല്ലേ?
പഴയകാല ഈ വർഷം തുടങ്ങിയ സമയത്ത് ഫോട്ടോ ഒന്നും വേണ്ടായിരുന്നു. അപ്പോൾ ജോലിക്ക് പോകുന്നവരെന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രീക്കാനയ്ക്ക് ചില ആളുകൾ വിടും. എൻ്റെ രൂപതയിലുണ്ടായത് പ്രീക്കാനയ്ക്ക് ചില ആളുകൾ വിടും. അപ്പോൾ എന്തായി, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്ഥിരം ചില ആളുകൾ ചെല്ലുന്നു. അവർക്ക് കൂലി കൊടുക്കുക, അവർ അറ്റൻഡ് ചെയ്യുക, പേര് കൊടുക്കുന്നത് ഈ വ്യക്തിയുടെ പേരാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഫോട്ടോ പതിക്കണമെന്ന് നിർബന്ധപൂർവ്വം വന്നത്. അതോടൊപ്പം തന്നെ ഇടവക വികാരി സാക്ഷ്യപത്രം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പിള്ളേർ കണ്ടത് ജോലി ഒരിക്കലും അവൻ ഉപേക്ഷിക്കില്ല. പ്രീക്കാനെയല്ല, അവൻ കല്യാണത്തിന് ഒരാളെ വിടാഞ്ഞിരുന്നത് നന്നായി. എൻ്റെ ഇടവയിൽ ഒരു നിരന്തരമായിട്ട് പോകുന്നൊരു പയ്യനുണ്ട്. അവൻ എത്ര ഫീസ് കൊടുത്ത് ഞാൻ പോയി അവസാനം മേടിച്ചുകൊണ്ടുവന്നു. അല്ലേരിയ. നമ്മുടെ പിള്ളേർക്ക് വരുന്ന ആളുകളെ തിരക്ക് വരുമ്പോൾ അവൻ കണ്ടെത്തും വിവാഹം ചെയ്യാൻ വേണ്ടി എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് വേറൊരാൾ സ്നേഹമുള്ളവരെ, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നത് അത് പരിശുദ്ധാത്മാവിനെ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഏത് പരിശുദ്ധാത്മാവ് ഉള്ള ഒരു കുടുംബത്തിൽ ഒരിക്കലും കുടുംബ ബന്ധങ്ങൾ ഭിന്നിക്കുകയോ ചിതറിക്കുകയോ ചെയ്യില്ല. പിശാചിന് അവിടെ കയറാൻ സാധിക്കില്ല. പിശാചിന് അവിടെ കയറാൻ ഒരിക്കലും അവിടെ സാധിക്കില്ല. അല്ലെങ്കിൽ ലോകസുഖത്തോടോ ലോകമോഹങ്ങളോടോ ആസക്തിയുള്ള മനുഷ്യൻ്റെ കുടുംബം മാത്രമേ ചിതറിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ ദൈവം നിങ്ങൾ അന്വേഷിക്കും, ദൈവത്തെ അന്വേഷിക്കും, ദൈവത്തെ തേടുവൻ. അല്ലേലിയാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ തകർച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലേലിയാം. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭ വിജയിച്ചുകൊണ്ടിരുന്നത്? നമ്മുടെ കാരണവന്മാർ പഴയകാലങ്ങളിൽ ഈ കാടിനോടും മല്ലിനോടും അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളോടും തല്ലിട്ടപ്പോൾ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളോടും യുദ്ധം ചെയ്തപ്പോൾ അവർക്കൊരു ഭയോ പേടിയോ ഉണ്ടായില്ല. കാരണം എന്താ? വിശുദ്ധിയുണ്ട്, വിശ്വാസമുണ്ട്. അല്ലേരിയാം. എല്ലാ സ്ഥലത്തും അവർ കുരിശടികൾ വയ്ക്കുന്നത് അല്ലെങ്കിൽ കപ്പേളകൾ പണിയുന്നത്, അവർ ദേവാലയങ്ങൾ പണിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അറിയാം അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ശക്തി ഞങ്ങൾക്ക് ലഭിക്കും. അല്ലേരിയാം. നമ്മുടെ പിള്ളേരൊന്ന് പള്ളി ചെന്ന് 5 മിനിറ്റിനുള്ളിൽ പുറത്തിറങ്ങും. അല്ലേരിയാം. 5 മിനിറ്റിനുള്ളിൽ പുറത്തിറങ്ങും. അല്ലേരിയാം. അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് അസിസിയിൽ പോയിട്ട് എനിക്ക് മനോഹരമായ ദർശനം കാണാൻ പറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ അസിസിൽ വലിയ നിശബ്ദതയാണ്, വലിയ നിശബ്ദത. പ്രകൃതിയുടെ വിശുദ്ധനാണ്. പ്രകൃതിയുടെ പക്ഷികളോട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, പന്നികളോട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. പ്രകൃതിയെ സ്നേഹിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് പ്രകൃതിയിൽ ഒരു മുട്ടുസൂചി വീണാൽ അവിടെ തിരിച്ചറിയാം. പക്ഷെ അവിടെ ദേവാലയത്തിൽ നമ്മുടെ പിള്ളേർ പോയാൽ കയറാൻ എളുപ്പമല്ല. കാരണം 2 വൈദികർ ഓരോ വാതിക്കയിലും നിൽപ്പുണ്ട്. മാന്യമായ ഡ്രസ്സില്ലെങ്കിൽ, മോശമായ ഡ്രസ്സോ തലമുടി വളർത്തിയോ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അവർ പിടിച്ച് മാറ്റി നിർത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ദേവാലയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തത്. ദേവാലയത്തിൻ്റെ വിശുദ്ധി. അല്ലേരിക്കാം. ദേവാലയത്തിൽ അപ്പം നമ്മുടെ വസ്ത്രധാരണങ്ങൾ പോലും ആരാധനാ രീതിയോട് യോജിക്കുന്നതായിരിക്കും. ചില പിള്ളേർ ഈ വക്യത്തുള്ളു പോലെയാണ് തല വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചട്ടിക്ക് സിമെൻറ്റ് കൂട്ടാൻ ചട്ടി വെച്ചതുപോലെ ചട്ടി വെച്ചുകൊണ്ട് ഇതിരുന്ന് അല്ലേരിയാം. അവിടെ അങ്ങനെ കേട്ടില്ല. കാരണം അവർ പറയും ഈ സ്ഥലം അങ്ങനെയുള്ളവർക്കല്ല. കാരണം എന്താ? അതൊരു വിശുദ്ധൻ കുടികൊള്ളുന്ന ഒരു വിശുദ്ധ സ്ഥലമാണ്. പള്ളി എല്ലാ രീതിയിലും ഇട്ടിട്ട് കയറാനുള്ളതല്ല നമ്മുടെ. കാരണം എന്താ? ഈശോ അസിസ്റ്റൻസ് ഫ്രാൻസിസിനോട് പറഞ്ഞൊരു കാര്യം, ഒറ്റ കാര്യമാണ്, ജീർണിച്ച് കിടക്കുന്ന സഭയെ നീ പണർത്തുയർത്തുക. ലാറ്റൻ ബസിലിക്ക പണിത് അതിനെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് ആ കാലഘട്ടം 4-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ സഭ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. സഭ ജീർണിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. സുഖ സൗകര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ഈ മാനസാന്തരപ്പെട്ട അസിസ്റ്റന്റ് ഫ്രാൻസിസ് ചോദിച്ചൊരു കാര്യം, ഞാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, ജീർണിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സഭയെ നീ പണർത്തുയർത്തുക.
പണിതുയർത്തുക. ഹല്ലേലൂയ. ഇന്ന് ജീർണിച്ചുകൊണ്ടിരിക്കേണ്ട സഭ അല്ലേ? സുഖ സൗകര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുക അല്ലേ? നമ്മുടെ മക്കൾ ഏത് സുഖമാണ് കിട്ടുന്നത്, എവിടെയാണ് കിട്ടുന്നത്, എന്താണ് കിട്ടുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സുഖ സൗകര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന ഒറ്റ കാര്യം, ജീർണിച്ചുകൊണ്ടിരിക്കുന്ന സഭയെ നീ പണർത്തുയർത്താൻ തയ്യാറാണോ? ഒരു ഭ്രാന്തനെ പോലെ, ഒരു വട്ടുപിടിച്ച വ്യക്തിയെ പോലെ സഭയെ പണർത്തുയർത്താൻ വേണ്ടിയാണ് ഈ അസിസിൽ മിസ്റ്റർ ഫ്രാൻസിസ് ഓടി നടന്നത്. അസിസിയിൽ നിന്നും റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഗ്രാമങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച് ചട്ടി വൈകിട്ട് നേരവും അല്ലെങ്കിൽ ഉച്ച നേരത്തും ചട്ടി കയ്യിലെടുത്ത ചട്ടി കൊണ്ട് ഭിക്ഷ യാചിച്ച് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നിങ്ങുന്ന ഒരു അസിസിൽ മിസ്റ്റർ ഫ്രാൻസിസ് എല്ലാ കാലഘട്ടങ്ങളിലും ഒരു വലിയ മാതൃകയായിരിക്കും, വലിയൊരു മാതൃകയായിരിക്കും. ഹല്ലേലൂയ. പലപ്പോഴും ലിയോ എന്ന് പറയുന്ന ശിഷ്യൻ പറയുന്നുണ്ട്, ഇപ്രകാരം പറയണത്, ഒരുങ്ങിപ്പോയി പ്രസംഗം പറയാൻ ഒരുങ്ങി മണിക്കൂറുകൾ ഒരുങ്ങി സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ ചില സ്ഥലത്തെല്ലുമ്പോൾ അസിസി പറയും ഇവിടെയല്ല അപ്പുറത്താണ്. തിരിച്ചു വരുമ്പോൾ ലിയോ ചോദിക്കാറുണ്ട്, നമ്മളിന്ന് സുവിശേഷം പ്രസംഗിച്ചില്ലല്ലോ. അപ്പോൾ ലിയോയോട് പറയുന്നൊരു കാര്യമാണ്, എന്താണ് എന്താണ് ചെയ്ത് ജീവിതം ഒരു സുവിശേഷമാണ്. ജീവിത മാതൃക ഒരു സുവിശേഷമായിട്ട് കരുതിയ മനുഷ്യനാണ് അസിസ്റ്റർ മിസ്റ്റർ ഫ്രാൻസിസ്. ഹല്ലേലൂയ. അവരെ രണ്ടാമത്തെ ക്രിസ്തു എന്ന അപരനാമം സ്വീകരിക്കണമെങ്കിൽ അത് എളുപ്പമുള്ള കാര്യമല്ല. ആണോ? ആണോ? അല്ല. ദാരിദ്ര്യത്തെ സ്നേഹിക്കാൻ പറ്റുമോ? നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ ചാരം വാരിയിട്ടിട്ട് പിള്ളേർ കൊടുത്തതിൽ എന്തുണ്ടാവും? നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ചേട്ടൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തന്ന് അത് നന്നായിട്ട് വെച്ച് കഴിയുമ്പോൾ അല്പം ചാരം വാരിയിട്ടിട്ട് ചേട്ടൻ കൊണ്ടുപോയി കൊടുത്താൽ എന്തുണ്ടാവും? കല എവിടെയായിരിക്കും? പാത്രം എവിടെയായിരിക്കും? പുറത്തായിരിക്കോ ബേത്തായിരിക്കോ? നമ്മുടെ പുറത്തായിരിക്കും അല്ലേ? ആണോ? ഹല്ലേലൂയ. ഈ ലോക സുഖം ത്യജിച്ചാൽ മാത്രമേ സ്വർഗരാജ്യത്തിന് അവകാശികളാവുള്ളൂ. നമ്മുടെ പിള്ളേർക്ക് 7 ദിവസവും ഇറച്ചി കൊടുക്കുന്നല്ലേ? ആണോ? ഒരു ചേച്ചി ഇവിടെ വന്നിട്ട് പറഞ്ഞ ഇപ്രകാരമാണ്, 7 ദിവസവും 4 നേരവും ഇറച്ചി കൊടുക്കും. അതെന്തോ ഏതോ ചേച്ചി കുറേ പേരുകളൊക്കെ പറഞ്ഞു. കാരണം ഇപ്പോൾ യൂട്യൂബ് ഉള്ളത് കൊണ്ട് ഈ സാധനം നോക്കിയിട്ടാണ്, യൂട്യൂബ് നോക്കിയിട്ടാണ് ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം മകള് ഭ്രാന്തിയെ പോലെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഈ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞിട്ട് അടങ്ങിയില്ല. തൊട്ടടുത്തൊരു വിജാതീൻ വന്നിട്ട് കൈവച്ചു പ്രാർത്ഥിച്ചു, നിന്നു. എന്തായിരിക്കും? പറഞ്ഞു ഈ വസ്തുവാണെങ്കിൽ ഇങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഉണ്ടായ സംഭവം. അവിടെ വന്നിട്ട് ആ ചേച്ചി പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊച്ചിനെ വിളിച്ചോ? കൊച്ചു ഇവിടെ വരില്ല അച്ഛന്ന് പറഞ്ഞു. കൊച്ചു ഇവിടെ വരില്ല. ഞാൻ ചോദിച്ചു ഏത് മതത്തിൽപ്പെട്ടവനാ? ദൈവമില്ലാത്തൊരു മതത്തിൽപ്പെട്ടവനാണ് ബന്ധിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു. കൊച്ചിന് മാനസിക രോഗം. ഞാൻ പറഞ്ഞു മാനസിക രോഗമല്ല, കൊച്ചിന് ഭക്ഷണം ഇറച്ചിയോട് വലിയ ആർത്തിയാണ്. ഹല്ലേലൂയ. ഇറച്ചി കൂടുതൽ കഴിച്ചാൽ എന്ത് ഗുണമുണ്ടാവും എന്ന് പറയുമ്പോൾ മൃഗത്തിൻ്റെ സ്വഭാവം വരും അല്ലേ? പന്നി വരും. വിശുദ്ധി വേണമെങ്കിൽ ഇത് ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. വിശുദ്ധി വേണമെങ്കിൽ, വിശുദ്ധരായി തീരണമെങ്കിൽ കുറേ ത്യാഗങ്ങൾ കുറേ എടുക്കണം. നമ്മളിങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണെങ്കിൽ, സുഭിക്ഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ, വിസ്തരയുടെ തിരുനാളും ആഘോഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, അടുത്തൊരു കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാരും വിശുദ്ധരാകാൻ സാധ്യത കുറവാണ്. ഹല്ലേലൂയ. എനിക്ക് റാണി മരിയ ഇഷ്ടമാണ്. എന്താണെന്നറിയാമോ? റാണി മരിയ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വിശുദ്ധിയായിട്ട് മാറും. അവൾ മാറിയിരിക്കണം, മാറും. കാരണം എന്താണെന്നറിയാമോ? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു തേങ്ങ പൊട്ടിച്ചപ്പോൾ ആ തേങ്ങ കൊത്തു കൊടുത്തപ്പോൾ അത് കഴിക്കാതിരുന്നത്. അത് കഴിക്കാതിരുന്നത് കൊണ്ടാണ് രക്തസാക്ഷിത്വം ഭരിച്ചത്. ഞാൻ കാഞ്ഞിരപ്പുഴ ഇടവയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, റാണി മേരി എന്തുകൊണ്ടാണ് വിശുദ്ധിയായി തീർന്നതെന്ന് ചോദിച്ചു. അപ്പച്ചന്മാരമ്മച്ചവനും പല ഉത്തരം പറയും. അല്ലെ, വിശുദ്ധരാണ്, മാതാപിതാക്കൾ വിശുദ്ധരാണ്. ഒരു കൊച്ചു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അൻമരിയ എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്,
അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അച്ഛാ, ആ വിശുദ്ധി വാഴ്ത്തപ്പെട്ടവരായത് ഒറ്റ കാര്യമുള്ളൂ, ആ തേങ്ങ ഉടച്ച ഒരു ആചാരപ്രകാരം, ഒരു മറ്റ് മതത്തിൻ്റെ ഒരു ആചാരപ്രകാരം ഉടച്ച തേങ്ങയുടെ കൊത്ത് ആ ബസ്സിൽ വിതരണം ചെയ്തപ്പോൾ ആ കൊത്ത് ആര് സ്വീകരിച്ചില്ല? റാണിമേരി സ്വീകരിച്ചില്ല. അതുകൊണ്ടാണല്ലോ ശത്രുത വന്നത്. അതുകൊണ്ടല്ലേ ശത്രുത വന്നത്. നമുക്ക് പലപ്പോഴും പല ദേശങ്ങളിലും ശത്രുതയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മതാചാരങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ അത് വലിയ പാവം അല്ലേ? കാലഘട്ടത്തിൽ വലിയ പാവമാണ് അല്ലേ? മറ്റ് ആചാരങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല ദൈവം നമ്മൾ വിളിച്ചത്. ഞാൻ ആ കൊച്ചിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. കൊച്ചിനെ കൊണ്ടുവന്ന വഴി 4, 5, 10 സന്ദേശങ്ങൾ പറഞ്ഞു. ഈ കൊച്ചിനെ ഇങ്ങനത്തെ ഒരു രോഗമില്ല എന്ന് പറഞ്ഞു. അവരെ കറക്റ്റ്. കാരണം എന്താ? നമ്മുടെ കുട്ടികൾക്ക് വിശുദ്ധി പറഞ്ഞു കൊടുക്കണം, വിശ്വാസം പറഞ്ഞു കൊടുക്കണം. അസിസിലെ ഈ ഫ്രാൻസിസിൻ്റെ അമ്മയ്ക്ക് ഒറ്റ കാര്യം പറയുന്നു, അവൻ നന്നായി വരും. നിങ്ങൾ മക്കളെ നോക്കി പറയേണ്ടത്, ഭർത്താവിനെ നോക്കി പറയേണ്ടത് എന്താ? അവൻ നന്നായി വരും, അവൻ നല്ലവനായി തീരും. ഒരു മദ്യപാനം തുടങ്ങുമ്പോഴേക്കും ഒച്ചപ്പാടുണ്ടാക്കുകയല്ലേ ചെൻ്റെ. അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ നൊന്ത് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, എന്താണെന്ന് അറിയുമോ? എന്താ, ഈ കാലിൻ്റെ അടിയിൽ തിരുമിയുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അല്ലേ? അക്യുപഞ്ചർ, ഫിസിയോളജിയോ അങ്ങനെ എന്തൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലേ? കാരണം ഈ ശരീരത്തിൻ്റെ എല്ലാ ഞരമ്പുകളും വന്നു നിൽക്കുന്നൊരു സ്ഥലം അടിയിലാണ്. അക്യുപഞ്ചർ അല്ലല്ലോ, ഒരു ഫ്രിസിയോളജി, ആയുർവേദത്തോടു കൂടി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ട 150-200 രൂപ വരും. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും ഉള്ളൊരു വ്യക്തിയുടെ ഈ രോഗത്തിൻ്റെ ഞരമ്പ് വന്ന് നിൽക്കുന്നത് അടിഭാഗത്താണ്. അടിഭാഗത്ത് അവർ ചെയ്യുന്നത് അത് തിരുമ്മി അതിനെ ബലമുള്ളതാക്കി, എന്ന് പറയാൻ സോഫ്റ്റ് ആക്കി പറ്റും അല്ലേ? അതിനൊറ്റ കാര്യമുള്ളൂ, എന്താണെന്ന് വെച്ചാൽ കുറച്ച് മെറ്റൽ വീട്ടിൽ എടുത്തു വെച്ചിട്ട് ആ മെറ്റൽമ ചവിട്ടി പ്രാർത്ഥിച്ചാൽ ഒരു ഫിസിയോളജിയും ചെയ്യണോ അല്ലേ? ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഒരു മെറ്റൽ വിരിച്ച് മെറ്റലിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും വഴിവിട്ടു പോകില്ല അല്ലേ? നമ്മൾ മെറ്റൽ പാക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ചവിട്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താ? ക്രിസ്തുവിൻ്റെ സഹനത്തോട് നമ്മൾ താതാത്മ്യപ്പെടണം. ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ എത്രയും അമ്മച്ചിമാർ കുടുംബത്തിൽ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് മെറ്റൽ വിരിച്ച് മെറ്റലിൽ മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് മെറ്റലിൽ മുട്ടുകുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചവിട്ടി പ്രാർത്ഥിച്ചാൽ മതി. കാരണം രണ്ട് മേന്മയാണ് അതിനുള്ളത്. ഒന്ന്, നിങ്ങൾ യേശുവിൻ്റെ സഹനത്തോട് താതാത്മ്യപ്പെടുന്നു. 2, നിങ്ങളുടെ ശരീരത്തിലെ ഞരമ്പുകളെല്ലാം പ്രവർത്തന നിരതരാകും അല്ലേ? അല്പം വേദന സഹിക്കേണ്ടി വരും, പക്ഷെ കഷ്ടപ്പാടിൽ സഹിക്കേണ്ടി വരും അല്ലേ? ഒരു മുട്ടുകാല് കുത്തിയൊന്ന് പ്രാർത്ഥിക്കുക. ഞാനൊരു അച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വിജയപുരം രൂപതയിലെ അച്ഛനാണ്. ഒരു പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ കേട്ടതാണ്. അവരുടെ അവരുടെ പിതാവ് എന്തോ ആയിരുന്നു. ആ പിതാവിൻ്റെ കാല് ഈ നീര് വന്ന് വലുതായി. എങ്ങനെ നീര് വന്ന് വലുതായി എന്ന് വെച്ചൊറ്റ കാര്യമുള്ളൂ, ആ രൂപതയ്ക്ക് വേണ്ടി മണിക്കൂറുകൾ മുട്ടുകുത്തി ഈ പിതാവ് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ഫോറിൻ പിതാവാണ്. ഫോറിനിൽ നിന്ന് വന്ന് വിജയൻ രൂപതയുടെ പിതാവാണ് അല്ലേ? അവരെന്തോ ഒരു വിശുദ്ധിയിലെ പദവിയിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുക. 3 മണിക്കൂർ 4 മണിക്കൂറാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ ആരുണ്ട് 3-4 മണിക്കൂർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്? കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ഉണ്ടാവില്ല. അങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ അവിടെ കാലുമ നീര് വന്ന് കയറും. ഓപ്പറേഷത്തിന് വിധേയമാകാൻ ഡോക്ടർമാർ നിശ്ചയിച്ചു, വേണ്ട എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങളോട് പറയുന്നില്ല. ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ സഹനങ്ങൾ കുറച്ചൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംശീകരിക്കുകയാണെങ്കിൽ, യേശുവിൻ്റെ സഹനത്തോട് ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കുടുംബാംഗങ്ങൾ വഴിവിട്ടു പോകില്ല. നമ്മുടെ മക്കൾ ഒരിക്കലും തകർന്നു പോകില്ല. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു നിലവിളി കേൾക്കേണ്ട ആവശ്യം ഉണ്ടാവോ? യേശുവിൻ്റെ കുരിശ് നമ്മുടെ രക്ഷയാണ്. ജീവൻ്റെ വൃക്ഷമെന്നാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ അതിനെ പറഞ്ഞ്. ഇന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ
യേശുവിൻ്റെ കുരിശിനോട് താതാത്മ്യപ്പെട്ട ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് അസിസ്റ്റൽ വിശുദ്ധ ഫ്രാൻസിസ്. ആ സഹനങ്ങൾ ഈശോ എന്ത് ചെയ്തു? അസിസ്റ്റൽ ഫ്രാൻസിസിന് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഞ്ചശതം കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചേച്ചി ഇവിടെ പഞ്ചശതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, സഹനങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അവസാനം സഹനങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ സഹനങ്ങൾ കൂടാണ്, ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഉള്ള സഹനങ്ങൾ ഏറ്റെടുത്താൽ മതി സന്തോഷത്തോടെ. ഹല്ലേലൂയ, ഉള്ള സഹനങ്ങൾ ഞാൻ തമാശയായിട്ടല്ലോ വേണം. നിങ്ങളുടെ മാതാപിതാക്കന്മാർ, ജീവിത പങ്കാളി ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വന്നില്ലെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ വഴിവിട്ട് പോകുന്നുണ്ടെങ്കിൽ, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ വസ്ത്രദാനത്തിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ, കുട്ടികളുടെ ഭക്ഷണപദാർത്ഥത്തിൽ മാറ്റമുണ്ടെങ്കിൽ, അവരുടെ ഫോൺ സംസാരത്തിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, അവരുടെ മുഖത്ത് മാറ്റങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു കുരിശിൻ്റെ ജീവിതം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, മെറ്റൽ വിരിച്ചോ മുട്ടുകുത്തിയോ മെറ്റൽ കാലുകുത്തിയോ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവം സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ആ കുടുംബത്തിൻ്റെ അമ്മയുടെ അപ്പൻ്റെയും പ്രാർത്ഥന കർത്താവ് കേൾക്കും. ആ വരും തലമുറ വിശുദ്ധരായിട്ട് മാറും. മോനിക്ക പുണ്യവതി 10-30 വർഷക്കാലം നീണ്ട നിലവിളിക്കും അവരുടെ പ്രാർത്ഥനയ്ക്കും വിശുദ്ധ ബേസിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: നീ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തോ, നിൻ്റെ മകൻ മാനസാന്തരപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുണ്ടായി? ആ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ മകൻ മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, പരിശുദ്ധ കുർബാനയുടെ ദിവ്യ രഹസ്യങ്ങൾ അവനിലൂടെ വെളിപ്പെടുത്തി കിട്ടി. ഹല്ലേലൂയ, വെളിപ്പെടുത്തി കിട്ടി. ഹല്ലേലൂയ. കൊച്ചുറേസ്യ പുണ്യവതിയോട് ഒറ്റ കാര്യം ഈശോ പറയുന്നത്, നീ എന്ത് ചെയ്യണം? സഭയ്ക്ക് ആത്മാക്കളെ നേടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. രോഗത്തിൻ്റെ മൂർച്ഛതയിൽ നിൽക്കുമ്പോഴും ആ രോഗത്തെ അവഗണിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുന്ന എന്താ? ഈശോയെ ആത്മാക്കളെ നേടാനുള്ള കൃപ എനിക്ക് നൽകണം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കർത്താവെ മക്കൾ വിസ കിട്ടി വിദേശത്ത് പോകാനായിരിക്കും. ഹല്ലേലൂയ. വിദേശത്ത് പോയവർ വന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ മക്കളെ തിരിച്ചു കൊണ്ടുതരാൻ. ഒരപ്പനമ്മയും വന്ന പ്രകാരം പറഞ്ഞു, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം, മകൻ ഇപ്പോൾ നല്ല രീതിയിലല്ല, അവനൊരു പ്രത്യേക അവസ്ഥയിൽ അവൻ ജയിലിൽ കിടക്കുകയാണ്, അവരെ തിരിച്ചു കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. നമ്മുടെ ഇവിടുത്തെ ജീവിതമായിട്ട് കൊണ്ടു ചെന്നാൽ അവിടെ ജീവിക്കാൻ എളുപ്പം അല്ല. വിശ്വാസം ഇല്ലെങ്കിൽ വരുന്നൊരു രോഗമാണ് മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ. ആണോ? നിങ്ങളുടെ പുസ്തകം ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയാണ്, പിശാച് തന്ത്രപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ ഒരു രോഗമല്ല, മറിച്ച് സഹനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ അവന് ഇല്ല. അതുകൊണ്ട് മാതാപിതാക്കന്മാർ കർത്താവിനെ അന്വേഷിച്ചാൽ മക്കൾ ഇന്നല്ലെങ്കിൽ നാളെ ആരന്വേഷിക്കും? നിങ്ങൾ പറ, കർത്താവിനെ അന്വേഷിക്കും. ഹല്ലേലൂയ.